ഇത്രയും നാളെ ഞാൻ പഠിപ്പിച്ചു, ഇത്രയും നാളെ ഞാൻ വളർത്തിയില്ലേ. വക്കീലൊന്നും വേണ്ട, പോട്ടെ. അല്ല, ഇതിനൊരു ഇത് കൊടുക്കണം. ഇതിനൊരു വകുപ്പ് എന്താണെന്ന് വെച്ചാൽ അതിനുള്ളൊരു പെറ്റീഷൻ കൊടുക്കണം. അവർ പഠിപ്പിച്ചോട്ട് നാളെ അവര് പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ പറ്റി? ഞാനറിയാതെ എൻ്റെ വീട്ടുകാർ കൊണ്ടിച്ചെന്ന് വേറെ സ്കൂളിലാക്കി. ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾക്ക് ഇത്രയും കാലം ഞാൻ കൊടുക്കും, ഇത്രയും കാലം ഞാൻ വളർത്തിയില്ലേ. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊല്ലാനേ ഷംസിനോട് നിന്നപ്പം കയറിൽ കെട്ടി തൂക്കിയാണ്. മസറൂറ പറഞ്ഞതാണ് ഒരു ഇത്രയും നാളെ ഞാൻ കൊന്നു കളഞ്ഞില്ലല്ലോ. അതാണ് ഞാൻ മേഡത്തിൻ്റെ അടുത്ത് പറഞ്ഞ നമുക്ക് പഠിക്കാൻ വയ്യ. എന്നിട്ട് എൻ്റെ മക്കളെ ഞാൻ എന്തിനാ ചാർജറിൽ അടിച്ചെന്നിട്ടാ മുത്തുമോനും വിജയമോനെയൊക്കെ. ഒരാളെ സംരക്ഷണം ഇല്ലാതെ ഞാൻ വളർത്തി. ഇത്രയാക്കി എനിക്കൊരു മോളല്ലേ. കരയരുതല്ല ശരി വേണ്ട. ഞാൻ ഇത്രയും കാലം ഞാൻ വളർത്തിയില്ലേ, ആർക്കും കൊടുക്കാതെ വളർത്തി. അതള്ള പിഴച്ച തള്ളക്കാരനോട് ഞാനായത്, ആ പിഴച്ച സ്ത്രീ. ഞാനേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് നിങ്ങളെല്ലാവരും ചോദിക്കേ. മസറൂർ പറഞ്ഞേ ഇത്രയും കാലം നിങ്ങൾ നോക്കിക്കോണം. ഞാൻ CBSE പഠിപ്പിച്ച് ഇത്രയും കാലം അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കി. പിന്നെ ആ കാതി കിടക്കണ കമ്മൽ ഊരണം, ആ കാതി കിടക്കണേ എന്റെ അല്ല എടുത്തോട്ടല്ലേ അവള് കൊണ്ടുപോട്ട് പോട്ട് എല്ലാം കൊണ്ടുപോട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ എങ്ങനെയാണ് മോളെ വളർത്തിയത്. നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒരു സംരക്ഷണം എടുത്തു. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു നോട്ടം കൊണ്ടുപോലും അവളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ മക്കളെ ആര് എന്റെ ഉമ്മാനെ കൂടെ തന്നെ അവളെ പഠിച്ചിട്ട് പഠിക്കാൻ വയ്യ. അതാണ് അവളെ അങ്ങനെ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് TV കണ്ട് പഠിപ്പിക്കില്ല. പഠിപ്പിക്കുമ്പോഴല്ലേ കമ്പെടുത്ത് രണ്ടടിയും കഴിയും. അടിച്ചില്ലെന്ന് പറയുന്നില്ല, അടിച്ചിട്ടുണ്ട്. പഠിക്കാത്തതിനാണ് അടിച്ചിട്ടുള്ളത്. എന്റെ സ്ത്രീ എന്റെ ഉമ്മ പിഴ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയി പോയത്. പബ്ലിക്കിൽ പറയുന്നത് എന്റെ തള്ള, ഞാൻ പറയുന്നത് പബ്ലിക്കിൽ പറഞ്ഞു എന്റെ തള്ള പിഴ ആയതുകൊണ്ടാണ് ഞാൻ പിഴ ആയി പോയത്. അത്രയ്ക്കും എനിക്ക് പറയാനുള്ളൂ. എന്റെ മുത്തമോനെ മിച്ചുമോനെ ഞാൻ എന്നിട്ട് കയറിൽ കെട്ടി തൂക്കിയെന്നാ. എന്റെ ഉമ്മയില്ലേ, എന്റെ ഉമ്മ പിഴ ആയതുകൊണ്ടാണ് ഞാൻ ആയത്. അള്ളാഹു സത്യം, ലോകം എല്ലാവരും അറിയണം. എന്റെ 5.5 പവന്റെ സ്വർണ്ണം എന്നവരുടെ കയ്യിലാണ്. എന്റെ മോള് പോയി പോട്ടെ, ഞാൻ എന്തായാലും എനിക്കൊരു സംരക്ഷണം വേണമല്ലോ. മോളെ കൊണ്ട് പോട്ടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടെ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത് യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ വയ്യ. ഒരാളുടെ കണ്ണീര് കണ്ടിട്ട് ചിരിക്കുന്നത് ആദ്യമായിട്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ നെജിലയുടെ മോൾ മസ്റൂറ ഫാത്തിമ നെജിലാനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ കൂടെ പോയി എന്നാണ് പറയണത്. പുള്ളിക്കാരി പറയണത് എന്താണ്, ഇവളുടെ കൂടെ നിൽക്കുമ്പോൾ പഠിക്കാൻ വയ്യാത്തത് കൊണ്ട് കളിച്ച് നടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. നമ്മൾ ഷാൻ വന്ന സമയത്ത് ഷാനിനെ പേടിച്ചിട്ട് മോളെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയതാണ്. ഉമ്മ വശീകരിച്ചിപ്പോൾ മോളെ എന്താണ് ഇവളുടെ അടുത്ത് നിന്ന് പിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറേ കമൻസ് കണ്ടു. മോള് സുരക്ഷിതമായിട്ട് സ്ഥലത്താണ് പോയത് നന്നായി, എന്താണ് മോളെ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ മസ്റൂറ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇന്നലെ തുടങ്ങിയതല്ല ഈ കാണുന്നത്. അവളുടെ മൂത്ത മോളാണത്. ഒരു കെട്ട് കഴിഞ്ഞു, ആ കെട്ടിലുള്ള ഒരു മോളാണത്. അത് കഴിഞ്ഞ് ആ ഒരു വാപ്പാൻ്റെ ഇത് കഴിഞ്ഞ് പിന്നെ 2ഉം 3ഉം 3 വാപ്പന്മാരെ വാപ്പാന്ന് വിളിക്കേണ്ട ഗതികേട് വന്നൊരു മോളാണത്. ആ മോള് ഇത്രയും കാലം ഇവളുടെ കൂത്തുകൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ മോള് അവസരം കിട്ടിയപ്പോൾ ഇവൾക്ക് വേണ്ടി പ്രതികരിച്ചു. ഇവള് വേണ്ടാന്ന് പറഞ്ഞ് ഇവളുടെ ഉമ്മാൻ്റെ കൂടെ പോയി എന്നാണ് പറയുന്നത്. ആ ഉമ്മാനെ തന്നെ ഇവള് പറയുന്ന ആ ഒരു വാക്കുകൾ കണ്ടില്ല. അപ്പോൾ ഇവളുടെ പെറ്റുമ്മാനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവളുടെ മകളും ഇവളുടെ ഇങ്ങനെയാണ് പറയുക അല്ലേ. അത് എന്താ പറയുക, കർമ്മ എന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ ആ ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം എന്താണ് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഷാൻ പോയി എന്ന് പറഞ്ഞതാണ്. ഇപ്പം എന്തായാലും ഈ ഒരു കാരണത്താൽ ഷാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഷാൻ ഡീഅഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഷാൻ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ പറയുന്നില്ല, അവൾ പറയുന്ന കാര്യങ്ങളും കൂടി കുറച്ചും കൂടെ കണ്ടു നോക്കും. നെജിലാനെ സപ്പോർട്ട് ചെയ്യുന്നവർ നെജിലാൻ്റെ ഈ ഒരു തനി സ്വരൂപം കൂടെ കാണണം. അതുപോലെ തന്നെ നെജില നേരത്തെ ഇന്നലത്തെ ഒരു വീഡിയോയിലാണ് തോന്നുന്നു ആ മോളെ പഠിപ്പിക്കുന്നത് വേറൊരു സ്കൂളിലോട്ട് മാറ്റിയല്ലോ. അവിടെ ഇൻ്റർവ്യൂവിന് കുറച്ച് കാര്യങ്ങളൊക്കെ ആ കുഞ്ഞിന്
പഠിക്കാനുണ്ട്, ഇൻ്റർവ്യൂവിന് എന്തൊക്കെയോ പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് എന്താണ് ദേഷ്യപ്പെട്ട് ഇതാകുന്നതൊരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ ഇടരുത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ അവർ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവള് എല്ലാം എടുത്ത് പബ്ലിക്കിലിടും. അപ്പോൾ ഇതെല്ലാം എന്തായി, ഇവൾക്ക് വിനയായിട്ട് വന്നു. എന്തായാലും ബാക്കി കാര്യം നമ്മൾ അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും കേട്ട് നോക്കൂ. മാഡം പറഞ്ഞത് ഞാൻ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് എൻ്റെ ഉമ്മ പറയണേ, ഞാൻ മോളെ കഴുത്തിൽ കെട്ടി തൂക്കിയെന്ന് തൊട്ടിപ്പാലത്തില്. അവൾക്ക് പോലും അറിഞ്ഞൂടാ, അവള് മിണ്ടാതിരിക്കുന്നു, ലോകം എല്ലാവരും അറിയണം ഞാൻ കഴുത്തിൽ കെട്ടി തൂക്കിയെന്ന്. ഇന്ന് വരെ കൊന്നിട്ടില്ലല്ലോ ആര്. തെണ്ടി പറയ്ക്കാണ് ഞാൻ ജീവിച്ചത്. നിങ്ങൾ ആ പഴയ വീഡിയോ ഒന്ന് നോക്ക്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദി ഉമ്മയാണ്, വാപ്പല്ല ഉമ്മ. ഉമ്മ കാരണമാണ് ഇങ്ങനെ ആയത് എൻ്റെ ലൈഫ്. എൻ്റെ ഉമ്മ കാരണം. ബീൻ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, പോട്ടെ. മക്കൾ കയറിപ്പോ, മഴ പൊടിയുന്നു. എല്ലാരും അറിയണം. മുത്തു മേകൂരിയാണല്ല ഉമ്മച്ചി മോനെ അടിച്ച പോലെ. മൊബൈല് മോന്റെ കയ്യിൽ ചാർജറിന്റെ അറിയാളോ? എവിടാ? ലോകം കാണണം. ഇനി വാ, ഫ്രണ്ട് വാ. ഇക്ക എവനെ ഒന്ന് മടി ഇരുത്തണം എനിക്ക്. മുത്തൂനെ ഒന്ന് മടി ഇരുത്തണം. ഞാൻ ഇനി മരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മുത്തു വാ. മുത്തു ഉമ്മച്ചി മോനെ അടിച്ച? അവര് പറയണില്ലേ ഞാൻ അടിച്ച് കൊച്ചിന്റെ കയ്യിൽ ചാർജറിന്റെ അടയാളം ഉണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞാ എവിടെ? ഞാൻ എവിടെ അടിച്ചു? അവര് ജയിക്കാൻ വേണ്ടി പലതും പറയും, നമുക്ക് പഠിക്കാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ അവരെ കൂടെ എവിടെ അടിച്ച്? എന്റെ കുഞ്ഞിനെ നോക്കങ്ങള്. ഞാൻ എവിടെ അടിച്ച്? ഞാൻ കരുത്ത് കെട്ടി തൂക്കി ആട്ടിയെന്നവളാ ഞാൻ തൊട്ടിപ്പാലത്തില്. നിങ്ങൾ എല്ലാരും ചോദിക്കും, പബ്ലിക്കിലും സ്കൂളിൽ നിന്ന് വിളിച്ച് ഇറക്കിയതാണ്. ലോകം എല്ലാം കാണണം. എന്റെ തള്ള നല്ലോളായിരുന്നെങ്കിലേ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരൂലായിരുന്നു. കരയായി അതിന് നോക്കുണ്ടാക്കാം. സമാനപ്പെടേ അവർക്ക് അവിടെ അവർക്ക് പഠിക്കണ്ടെങ്കിൽ അവളെ ജീവിതം പോയി, അത്ര തന്നെ. നമുക്ക് ഇപ്പൊ കളിച്ചടന്ന് ടി വി കണ്ട് ഇരിക്കാൻ നമുക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. എന്തിനാ പറയില്ലല്ലേ? ഒരു കാര്യമുണ്ട്, നെഞ്ചിലാരെ പഴയ വീഡിയോ നോക്കണം. റബ്ബർ വിളയിലൊരു ജീവിതം. ഞാൻ എന്റെ തള്ളേരുടെ അടുത്ത് പറഞ്ഞു എന്തെന്ന് അറിയാമോ? നിങ്ങൾ എന്റെ കൊച്ചിനെ നോക്ക്, എന്റെ സിസ്നായൊക്കെ സാക്ഷിയാണ്. നിങ്ങൾ എന്റെ കൊച്ചിനെ നോക്ക് ഇക്കാ. ഞാൻ പറഞ്ഞു എന്റെ കൊച്ചിനെ നോക്ക്. അവനെ കണ്ടോന്റെ മക്കളെ എനിക്ക് നോക്കാൻ പറ്റൂല. എനിക്ക് എന്ത് ജോലി വേക്കൻസി ഒന്നും അറിയാമോ? ഒരാളെ എടുക്കൂലായിരുന്നു. 5 പവന്റെ സ്വർണം, ഒരു 3 പവന്റെ വള, ഒരു കൈച്ചേൻ, ഒരു ചെവിമാട്ടി, ഒരു മോതിരം. ഇത് എന്റെ മുത്തുമോന്റെ കൈച്ചേൻ ഇന്നും അവരെ കയ്യിലാണ്. അറിയാമോ നിങ്ങൾക്ക്? എന്റെ 15,000 രൂപ എല്ലാം പോട്ട്. മോള് പോട്ട് പെണ്ണല്ലേ, ചിലപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തു കളഞ്ഞല്ല. ആധാറും എന്നിട്ട് റഹീമിനെ വിളിച്ച് ഞാൻ അറിയാതെ. എനിക്ക് വയ്യേ. സ്ത്രീയോട് വിടാൻ പറ്റൂല. സ്ത്രീയാണ്, അഞ്ചാരിയിലൂടെ കിടന്നവളാണ്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണില്. എനിക്ക് പറ്റൂല എനിക്ക്. അഞ്ചാരിനെ എന്തെങ്കിലും കൊണ്ടാക്കിയത് ശരിയാണ്. എനിക്ക് പറ്റൂല. എന്നെ കണ്ണോട്ട് കണ്ടതാണ്. എനിക്ക് പറ്റൂല. അന്ന് എന്നെ അടിക്കാൻ പോയില്ലേ? എനിക്ക് പറ്റൂല. ഞാൻ കഴുത്തിന് കെട്ടി തൂക്കിയെന്ന് എല്ലാം ആരും പറഞ്ഞു, എനിക്കറിയില്ല. എങ്കിൽ ഞാൻ ഇവരെയൊക്കെ എന്നേ കൊന്ന് അവരവരെ വാപ്പാരെ മുമ്പ് ഇട്ട് കൊടുക്കൂലായിരുന്നേക്കാ. ഞാൻ ഇത്രയും കാലം വളർത്തിയില്ലേ. എന്റെ 21 വയസ്സിൽ എന്റെ ജീവിതം തൊലഞ്ഞു തുടങ്ങി. കണ്ടിട്ട് എന്താ ഇവൾക്ക് ഇപ്പോൾ ഉമ്മ ഇത്ര ഇന്നലെ വരെ ഷാനായിരുന്നു പ്രശ്നക്കാരൻ. ഷാനാണ് എൻ്റെ ഇതിന് എന്താണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഷാനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ ആ വ്യക്തി ഇപ്പോൾ നേരെ തിരിഞ്ഞു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന് ഉത്തരവാദി ഉമ്മയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പ കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന ആ ഒരു സ്വഭാവമാണ്. ഇപ്പോൾ ഈ ഒരു നിമിഷം ഓന്തിൻ്റെ സ്വഭാവം മാറില്ല, അതുപോലെയാണ് ഈ പുള്ളിക്കാരൻ്റെ സ്വഭാവം. ഇപ്പോൾ പറഞ്ഞതല്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു വിത്തിൻ സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഈ പുള്ളിക്കാർ ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ പറയുന്നത് അങ്ങനത്തെ ഒരു പ്രകൃതക്കാരിയാണ്. അപ്പോൾ ഇവളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇവളുടെ കാര്യങ്ങളെല്ലാം ആ മസ്റൂറ ഫാത്തിമാൻ്റെ വാപ്പയും അതുപോലെ ഈ ഉമ്മയും പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു കൊടുത്തത് കൊണ്ടായിരിക്കും ആ കുട്ടിക്ക് ആ കുട്ടി ആ പ്രായമാണെങ്കിൽ, ഇപ്പോൾ എത്ര പ്രായമായെന്ന് അറിയില്ല, ആ ഒരു പ്രായമാണെങ്കിൽ ആ പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വത ആ കൊച്ചിനുണ്ട്. അതിനെ കാണുമ്പോൾ തന്നെ അറിയാം. അത് എന്താ പറയുക, ഇങ്ങനെയുള്ളതൊക്കെ കണ്ടത് കൊണ്ടായിരിക്കാം. ഇന്നലെ തന്നെ ഒരു വീഡിയോയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു,
എന്താണ് നമുക്ക് ഷാന് ഇനിയും തിരിച്ചു കൊണ്ടുവരാല്ലേ. എന്താണെന്ന് വെച്ചാൽ ഷാന് തിരിച്ചു കൊണ്ടുവരുന്നത് ഈ കൊച്ചിന് പേടിയുണ്ട്. എന്ന് വെച്ചാൽ ഈ കൊച്ചിൻ്റെ ചെവിയിൽ വെള്ളം ഒഴിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് പേടിയുണ്ട്, ഷാന് കൊണ്ടുവന്ന് ഇനിയും ഷാൻ എന്തെങ്കിലും ചെയ്യുമോ. അപ്പോൾ മറ്റുള്ള അവളുടെ ഈ നെജിലയുടെ ഉമ്മയും ഉപ്പയും എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ഇനിയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു പേടിയൊക്കെ പുള്ളിക്ക് ആ കൊച്ചിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അതുമല്ല ഇപ്പം നമ്മൾ 2-3 ദിവസം മുമ്പേ കണ്ടതാണ് ഒരു രണ്ടാനച്ഛനും സ്വന്തം അമ്മയും ചേർന്ന് ആ ഒരു പിഞ്ചു കുഞ്ഞിനെ അടിച്ചു കൊന്നത് ഇല്ലേ. അപ്പം ആ ഒരു ഇതൊക്കെ ആ കൊച്ചിനെ പറഞ്ഞ് അവർ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകും. അപ്പം ആ കുഞ്ഞിന് ഇപ്പം നിൻ്റെ കൂടെ ഉള്ളത് രണ്ടാനച്ഛനാണ്, ആ രണ്ടാനച്ഛനും ഇതുപോലെ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അത് ഇതുവരെ ഞാൻ കൊന്നില്ലല്ലോ എന്നാണ് നെജില പറയുന്നത്. ഇനി കൊല്ലാമല്ലോ, ഇനിയും കാമുകനക്ക് വേണ്ടിയിട്ടാണ് പല ആളുകളും പല പെണ്ണുങ്ങളും പിള്ളേരെ നൊന്ത് പ്രസവിച്ച് പിള്ളേരെ കൊന്നൊടുക്കുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ 2 ദിവസത്തെ ആ ന്യൂസ് കണ്ടാൽ തന്നെ അറിയാം, ആ ഒരു പിഞ്ചു കുഞ്ഞ് 1.5 വയസ്സ്, വെറും 1.5 വയസ്സ് പ്രായമുള്ള ആ ഒരു കുഞ്ഞിനെ ഇഞ്ചിഞ്ചായിട്ട് എന്താ പറയുക, വലിയ ഇത്രയും പ്രായമുള്ള നമ്മൾ പോലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് ആ ഒരു കുഞ്ഞ് ജീവൻ അനുഭവിച്ചിരിക്കുന്നത്. സിഗരറ്റ് കൊണ്ടുള്ള മുറിവുകളും കുത്തിയിട്ടുള്ള മുറിവുകളും അതുപോലെ തന്നെ പല രീതിയിൽ എന്താ പറയുക, കണ്ടു നിൽക്കില്ല. ആ ഒരു വാർത്തകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ മക്കളെ വളർത്തുന്നതാണ്, അതൊക്കെ കാണുമ്പം നമുക്ക് സഹിക്കില്ല. അപ്പം ഇതൊക്കെ ആ കുഞ്ഞിന് ആ നെജിലയുടെ മോളെ മസ്റൂറ ഫാത്തിമയെ ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പഞ്ചായത്തുകാരും ഇതൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കള്ളു കുടിച്ച് വരുന്നത് നീ തന്നെയാണ് നെജില പബ്ലിക്കിന് മുമ്പിൽ ഇട്ടത്. നീ പബ്ലിക്കിന് മുമ്പിൽ ഇതൊക്കെ ഇട്ടത് കൊണ്ട് ഇതെല്ലാം തെളിവുകളാണ്. അതാണ് നമ്മുടെ പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഒരിക്കലും നമ്മൾ പബ്ലിക്കിൽ എടുത്തിടരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കാരണം കൊണ്ടാണ്. നിൻ്റെ സ്വന്തം ഭർത്താവിന്, നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ വ്യക്തിയെ നീയാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇട്ടുകൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിനക്ക് തോന്നുമ്പോൾ നീ സ്വീകരിക്കുക, നിനക്ക് തോന്നുമ്പോൾ പാട്ടും കൂത്തും കാണിക്കുക, നിനക്ക് തോന്നുമ്പോൾ അവനെ ഉപേക്ഷിക്കുക, നിനക്ക് തോന്നുമ്പോൾ വിളിച്ചു വരുത്തുക. ഇതൊക്കെ നിരന്തരം ഈ ആളുകൾ കാണുന്നതാണ്. പഞ്ചായത്തിലുള്ളവരാണെങ്കിലും എല്ലാ ആളുകളും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണെന്നുള്ളത് നിനക്കറിയില്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു പ്രശ്നം, ഈ കുഞ്ഞിൻ്റെ ഒരു പ്രശ്നം കൂടെ വന്ന സമയത്ത് ആളുകൾ പഞ്ചായത്തുകാരൊക്കെ ഇടപെട്ടിട്ട് ആ കുഞ്ഞിനെ സുരക്ഷിതമായൊരു ഇടത്തേക്ക് മാറ്റി എന്ന് തന്നെ പറയാം. അവിടെ നിന്ന് ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് അവൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഇത്രയും ആ കുഞ്ഞിനെ എല്ലാം പറയാനുള്ള പക്വതയും പ്രായമായി, ആരും പറഞ്ഞ് പക്വതയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ ഷാനിൽ നിന്നുള്ള ദുരനുഭവങ്ങൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരുപാട് മെൻ്റലി ആ കുഞ്ഞിന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ കുഞ്ഞ് ഇവളിങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾക്ക് ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അവൾ മക്കളെ നന്നായിട്ട് തന്നെ നോക്കുന്നില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ കുഞ്ഞ് രണ്ടാനച്ഛൽ നിന്ന് പല ദുരനുഭവങ്ങളും ആ കുഞ്ഞിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കള്ളു കുടിക്കുമ്പോൾ ഷാൻ നല്ലൊരു വ്യക്തിയാണ്, പക്ഷെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഷാൻ അല്ലാതെ ആവും, ക്രിമിനൽ ആവും എന്ന് ഈ നെജില തന്നെയാണ് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് തെളിവുണ്ട്. അപ്പോൾ ചൈൽഡ് ലൈൻ ആണെങ്കിലും ആരാണെങ്കിലും ഇടപെട്ടിട്ട് അത് ആ കുഞ്ഞിന് സുരക്ഷിതമായിട്ടുള്ളൊരു ഇടത്തേക്ക് ആക്കാൻ ശ്രമിക്കുകയുള്ളൂ. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ഈ കുഞ്ഞ് മരിച്ചതിൻ്റെ ആ ഒരു ഇതും കിടക്കുന്നത് കൊണ്ട് ആരാണെങ്കിലും മക്കളെ ഇപ്പോൾ ഇങ്ങനൊരു തെളിവ് സഹിതം നെജില തന്നെ പുറത്തിട്ടത് കൊണ്ട് ആളുകൾ ആ തെളിവിൻ്റെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് ആരും വേണ്ട, മോന് പോണം, മോനെ ആക്കാം. എനിക്ക് ആരും വേണ്ട. പോണവര് പോട്ടെ, അവര് വലുതാകുമ്പോ പോട്ടെ, അവര് വലുതാവുന്നവരല്ലേ. ഇപ്പൊ ഇവർക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ, അവള് പോട്ട്. നീ എന്ത് വിഷമിക്കുന്ന? അവളെ ജീവിതം ഇല്ലാതാവുമ്പോ അവർക്ക് മനസ്സിലാവും. എല്ലാരും പോണം, എനിക്ക് ആരും വേണ്ട, എനിക്ക് എന്റെ കാര്യം മതി. ഇതിലിപ്പോ അവിടെ പോയിട്ട് പരാതി കൊടുക്കുക. ആ പരാതി എന്താണെന്ന് നമുക്ക് അവിടെ വക്കീൽ പറഞ്ഞു തരാം. അതിന്റെ വകുപ്പിൽ പരാതി കൊടുക്കുക, ബാക്കി കോടതി നിയമമൊക്കെ ആയിക്കോളും. മോനെ കൊണ്ടാക്കട്ടെ. ഷാഹിദാമാരുടെ പച്ചിരിയുടെ നിന്ന് വളരെ എനിക്ക് വേണ്ട. പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറാണ്, അവള് പ്രസിഡന്റാണ്. എനിക്ക് വേണ്ട. വൈകുളം അത് എന്തോ അതും അങ്ങ് അതിന്റെ അന്തരം കണ്ടാണ്. എനിക്ക് വേണ്ട. ഞാൻ മോളെ പൂട്ടിയിട്ടെന്ന് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞു കൊടുത്ത് ആളിലെ കഥ പടച്ച്. എന്നിട്ട് എന്റെ ഉമ്മേനെ അവരല്ലേ തുറന്നു കയറിയാ പൂട്ടിയിട്ടുണ്ടോ? നമുക്ക് SPFC പോയി പരാതി കൊടുക്കും. അവര് വളർത്തിക്കോട്ടെ, അവര് വളർത്തണം, നല്ല പഠിക്കും. നിന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതെല്ലാം.
ഇല്ല വന്നൊരു പേരെങ്ങനെ അറിയാം? പഞ്ചായത്തിൽ കയറി അന്വേഷിച്ചു. എന്നിട്ട് അവർ പേര് എഴുതി മേടിച്ച് എന്തെടുത്തും പോയി പരാതി കൊടുത്ത് അല്ല നേരെയല്ലേ ഇപ്പോൾ നമുക്ക് പോയി ഇവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലേ എന്റെ ഉമ്മക്ക് മാനസിക പ്രശ്നം ആസിഡ് എടുത്ത് കുടിക്കണേ സ്ത്രീയാണ് അവരെ എന്റെ ഉമ്മയെ ആസിഡ് എടുത്ത് കുടിപ്പും കാര്യങ്ങളും ഒക്കെയാണ് എന്റെ ഉമ്മ ചെറുതിനെ നമ്മളൊന്നും നോക്കിയിട്ടില്ല എന്റെ ഉമ്മയെ ഉമ്മച്ചിമാരുടെ പപ്പാരുടെ നിന്നപ്പോഴേ അവർ എന്നെ എവരല്ലോ നോക്കിയത് എന്റെ ഉമ്മച്ചിമായി അവരുടെ പേരിലും നിന്റെ ഉമ്മയുടെ പേരിലും തൈ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു വക്കീലെ കറക്റ്റായിട്ട് പരാതി തരും. എവിടെ കൊടുക്കണം വക്കീൽ പറയും അവിടെ കൊണ്ട് കൊടുക്കുക. ആരും അല്ലെങ്കിൽ നാളെ ആസിഡ് വല്ലതും എടുത്ത് കുടിച്ച് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇത് നേരെ നമ്മൾ വണ്ടി ഇവര് ആസിഡ് എടുത്ത് കുടിച്ചിട്ടുണ്ട്. ഇവര് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവർ ആസിഡ് എടുത്ത് കുടിക്കോ നമ്മളെ കല്ല് ഇറക്കി എറിയാക്കോ പാപ്പ ഗൾഫിലല്ലായിരുന്ന അപ്പൊ ഇവരെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ കുടുംബത്തുണ്ടായിട്ടുണ്ട് പണ്ട്. അങ്ങനെ ആ ദേശം നമ്മളൂടെ തീർക്കുമായിരുന്നു. പക്ഷെ അതേപോലെ ഞാൻ എന്റെ മക്കളൂടെ തീർത്തിട്ടില്ല. ഞാൻ അറിയാതെ അവര് റഹീമിനെ വിളിക്കുമായിരുന്നു. അവരെ ഇപ്പോഴും റഹീമിനെ ഒരു വിളിയുണ്ട്. കാരണം ഇവര് മക്കളെ എല്ലാരും കേട്ടോ റഹീമിനെ എന്ന് ഒത്തും മിച്ചു മോനും പോവാ പിന്നെ നിങ്ങൾ കേട്ടോളേ മക്കളെ റഹീമിനെ കണ്ടിട്ടുണ്ടോ? ല്ലേ എടുത്തോട്ട് മരിച്ചുപോയ കൊച്ചിന് ശേഷം ഉണ്ടല്ല താലോലിക്കായി ഒരു കൊച്ചിനെ കിട്ടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അല്ല യോമാരാണായത് നല്ലതായി എന്നറിയാമോ? നാളെ ആ ഒരു വാക്ക് കേൾക്കൂലല്ല. അവർക്കും വേണമെങ്കിൽ പോവാം. ഇത്രയും കാലം ഇല്ലാത്തൊരു റഹീം 11 വയസ്സായി. എന്നിട്ട് അവൻ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നേ ഇതേപോലെ നിന്റെ ഉമ്മ വിളിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ പാപ്പാടുത്ത് ചോദിച്ചിട്ടേ പറഞ്ഞില്ല. എന്റെ പാപ്പായെ പിന്നോട്ട് എന്തെങ്കിലും അറിയപ്പെടുന്നത് പുളുവൻ ജമാലി. അപ്പൊ ആ പുളുവൻ പറഞ്ഞില്ല എന്റെ അടുത്ത്. പാപ്പ തന്നെയാണ്. ഞാൻ ചോദിച്ചു റഹീമിനെ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാ? അപ്പൊ ഇവർ വിളിച്ചെന്ന് റഹീം എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പാപ്പാടുത്ത് ചോദിച്ചപ്പോഴേ പാപ്പ പറഞ്ഞില്ലാന്ന്. എങ്ങോട്ട് പോകണം? പൂട്ടിയിട്ടെന്ന് മോള കേട്ടാ. അങ്ങനെ വിളിച്ച് പറഞ്ഞു. അവര് വന്ന് ഡോർ തുറന്നില്ലേ അവര് നോക്കി അറിയാം. ഞാൻ ഫ്രണ്ടിലെ കഥ എപ്പോഴും അടച്ചേക്കും. ചാരിട്ടല്ലേ ഉള്ളത്? മറ്റേ അടച്ചിട്ടുണ്ടോ? ഇങ്ങനെ അടച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ അവര് വന്നാണ് തുറന്നു കയറി. നമ്മളെ റൂമിൽ ഇരിക്കും. അവര് വീട്ടിൽ അവിടെ ചെന്ന് പറഞ്ഞിട്ട് ഞാൻ പൂട്ടിയിട്ടെന്ന് കേട്ടാ. മോനെ ആധാർ എടുത്തു തന്നെ. ആധാർ എടുത്തു. അതിനിപ്പോ കാർഡായാ മതി. ഷെയറിൻ സ്കൂളിലൊന്ന് ഇറങ്ങി എന്റെ അമ്മ അവിടെ ചെന്ന് തിരക്കിയപ്പോ 13,000 രൂപ ഞാൻ കൊടുക്കാറുണ്ട്. അവര് കൊടുക്കോ? എവിടെ പഠിപ്പിക്കട്ടെ? 10 വയസ്സായ പാട കൊടുക്കാൻ പറ്റുമോ? ആ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു ഇത്രയും എന്താണ് വല്ലാത്ത വിഷമം തോന്നുന്നത്. ആ മക്കളെ കൊണ്ട് ഓരോന്ന് ചോദിക്കുന്നത് കണ്ടില്ല. അതുകൾക്ക് എന്താ അറിയാം? അതുകൾക്കൊന്നും ഒന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. ഇത് എന്താണ് എന്താ പറയുക, ഇവളായിട്ട് സ്വയം വരുത്തി വെച്ച കാര്യം തന്നെയാണ് ഇത്. എന്താണ് പബ്ലിക്കിന് മുമ്പിൽ ഈ ഇട്ട് കൊടുത്തതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളായിരിക്കുന്നത്. അല്ലാതെ ഇത് ആരും എന്താണ് സ്വയം പറഞ്ഞതൊന്നുമല്ല. ഇവള് തന്നെയാണ് ഇവളുടെ ഭർത്താവിനെയാണെങ്കിലും ഇവളുടെ ഉമ്മാൻ്റെ കൂടെ കൂടുന്ന സമയത്ത് ഭർത്താവിനെ കുറ്റം പറയും, ഭർത്താവിൻ്റെ കൂടെ കൂടുന്ന സമയത്ത് ഉമ്മാനെ കുറ്റം പറയും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഷാൻ വന്നു. ഇപ്പോൾ നേരത്തെയൊക്കെ ഷാനായിരുന്നു പ്രശ്നക്കാരൻ. ഇപ്പോൾ ഷാനല്ല, എൻ്റെ ഉമ്മയാണ്. എന്താണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവള് അപ്പോൾ കണ്ടവൻ അപ്പ വിളിക്കും. അതുപോലെ ഒരു ചൊല്ലുണ്ട്, കൊടുത്താൽ കൊല്ലത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, അത് നമുക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ എന്താണ് ഇവള് ഇത്രത്തോളം നോക്കിയിട്ടും ആ മോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രത്തോളം ഷാൻ ഒരു വ്യക്തിയാണ്. ഷാൻ എന്നൊരു വ്യക്തി നിന്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് നിന്റെ ഈ തകർച്ച തുടങ്ങിയത്. അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമായിരുന്നു. ഇത് കള്ളുകുടിയനാണെന്ന് അറിഞ്ഞിട്ടും
ഇവരിങ്ങനെയൊക്കെ പ്രശ്നക്കാരാണെന്ന് അറിഞ്ഞിട്ടും സ്വീകരിച്ച അവളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, എന്നിട്ടും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി ഇവളുടെ സ്വന്തം മോളെ ചെവിയിൽ വെള്ളം ഒഴിച്ച് ആ മോൾക്ക് ചെവിയിൽ പഴുപ്പൊക്കെ ആയിട്ട് കുഞ്ഞിനെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് ആ കുഞ്ഞ് ഇവളുടെ കൂടെ വരില്ല എന്ന് പറയണത്. എത്രയാണെങ്കിലും അവളുടെ വാപ്പാനെ കണ്ടപ്പോൾ ചിലപ്പോൾ വാപ്പാനോട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരുടെ അവിടെ ആണ് തോന്നുന്നു ചേർത്തിരിക്കുന്നത്. റഹീം എന്ന് പറഞ്ഞ അവരുടെ അവിടെയാണ് തോന്നുന്നു, എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്, ഞാൻ എല്ലാം ഒന്നും കണ്ടില്ല, ഞാൻ കുറച്ച് കണ്ടുള്ളൂ. അപ്പോൾ നെജിലാൻ്റെ വീഡിയോ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ നെജിലാൻ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് ഇവളുടെ തനി സ്വരൂപം കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവളുടെ മക്കളെ കൊണ്ട് തന്നെ ഇവളുടെ കുഴി തോണ്ടിക്കുകയാണ് ചെയ്യുന്നത്. മക്കള് നേരത്തെ മോൻ, എനിക്ക് കറക്റ്റ് മുത്തുമോനോ ആ ഒരു മോനുണ്ടല്ലോ, ഇളയ മോനല്ല, അതിൻ്റെ നടുക്കത്തെ മോന് നേരത്തെ ആ ഉമ്മാൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ ഉള്ള സമയത്ത് ഇവളെ പേടിയായിരുന്നു. അന്ന് ഈ മോനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇവളുടെ കൂടെ നിൽക്കില്ലായിരുന്നു. പിന്നെ ആ മോന് തിരിച്ചു വന്നു. കോടതിയും കേസും പോലീസും ഒക്കെ ആയിട്ട് ആ മോനെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഈ മക്കൾക്ക് വാപ്പയില്ല തോന്നുന്നു. ഈ ഒരു മോനുണ്ട്, ഒരു മോന് വാപ്പയില്ല തോന്നുന്നു. ലാസ്റ്റത്തെ വാപ്പ മരിച്ചു തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മസ്റൂറ ഫാത്തിമയുടെ വാപ്പ ജീവനോട് ഇരിപ്പുണ്ട്. അപ്പം രണ്ടാമത് ഇങ്ങനത്തെ ഒരുത്തനെ കുറിച്ച് ഇതിലിട്ടത് കൊണ്ട് തന്നെ കോടതിയാണെങ്കിലും ഒക്കെ ഇടപെട്ടിട്ട് ഈ വാപ്പാൻ്റെ കൂടെ പറഞ്ഞയക്കാനോ അല്ലെങ്കിൽ ഈ ഉമ്മാൻ്റെ കൂടെ അല്ലെങ്കിൽ ഉപ്പാൻ്റെ കൂടെ പറഞ്ഞയക്കാനാണോ ശ്രമിക്കുള്ളത്. എന്ന് വെച്ചാൽ ഈ രണ്ടാനച്ഛൻ മദ്യപാനി, ഡ്രഗ്സിന് തന്നെ പറയുന്നുണ്ട് MDMAയും മദ്യപാനും കൂടുതലായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ എന്താ ബോധമില്ല എന്നുള്ളത് തന്നെ പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവൾക്ക് ആ കുഞ്ഞിനെ കിട്ടുന്നത് പോസിബിൾ ആയിരിക്കില്ല. ഇവള് പെറ്റമ്മയാണെങ്കിൽ കൂടെ ഇവൾക്ക് ആ കുഞ്ഞിനെ കിട്ടാൻ ഒരു സാധ്യതയില്ല. ഷാൻ എന്നൊരു വ്യക്തി ഇവളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ ഷാൻ എന്നൊരു വ്യക്തി വന്നതുകൊണ്ട് മാത്രമാണ് നിന്റെ മക്കൾ നിന്നിൽ നിന്ന് പിരിയാനുള്ള കാരണം. ആദ്യം നടുക്കത്തെ മോൻ പിരിഞ്ഞു, അതിലും കുറേ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് വന്നതാണ്. ഇപ്പോൾ മൂത്ത മോളും നിന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന നിന്റെ മൂത്ത മോളാണ് നിന്നിൽ നിന്ന് പോയിരിക്കുന്നത്. അതിനും ആരാണ്? ഷാനാണ് ഉത്തരവാദി. ഷാൻ എന്നുള്ള വ്യക്തിയെ ഈ മസ്റൂറ എന്ന് പറയുന്നുള്ള കുട്ടി നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കുട്ടി ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ചെവിയിൽ വെള്ളം ഒഴിച്ചപ്പോഴും അതുപോലെ പല ദുരനുഭവങ്ങളും ആ കൊച്ചിനുണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ കൊച്ച് നിങ്ങളുടെ കൂടെ വരുന്നില്ല, എൻ്റെ ഉമ്മ എങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നെജിലാനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ ഈ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.